പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണം വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിബിഐ കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വയനാട്ടിലെത്തിയ സംഘം അധ്യാപകരുടെ അടക്കം മൊഴിയെടുക്കാനാണ് സാധ്യതയെന്നും വിവരങ്ങളുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, സിബിഐ സംഘം വയനാട്ടിലെത്തിയിരിക്കുന്നു, വിശദാംശങ്ങൾ. തീർച്ചയായും അതിര നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CBI സംഘം PWD ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിവൈഎസ്പിയുമായി അവർ ആശയവിനിമയം നടത്തിയതിനു ശേഷം ഡിവൈഎസ്പി അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും കടന്നുപോയത്. അല്പസമയത്തിനകം തന്നെ CBIയുടെ ആൾക്കാർ CBI ഈ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുരൂഹതയേർന്ന ഒരു മരണമായിരുന്നു സിദ്ധാർത്ഥിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമൊക്കെ ഇവിടെ നടന്നിരുന്നു. പക്ഷേ വലിയ അന്വേഷണം നടന്നിട്ടും ഇത്തരത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് ഉണ്ടായതെന്നും അത്തരത്തിൽ സർക്കാരിൻ്റെ അന്വേഷണം തങ്ങൾക്ക് തൃപ്തികരമല്ലെന്ന് നേരത്തെ തന്നെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കേസ് CBIക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യം നിലനിന്നിരുന്നത്. എന്നാൽ അതിനുശേഷവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം പിതാവ് നടത്തിയത്. അതായത് തനിക്ക് സർക്കാരിനെ വിശ്വാസമില്ല, സർക്കാർ തന്നെ വഞ്ചിക്കുകയാണ് അടക്കമുള്ള കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ട് പിതാവ് രംഗത്തെത്തുകയും പിന്നീട് CBIക്ക് ഈ കേസ് കൈമാറുകയുമായിരുന്നു. എന്നാൽ കേസ് കൈമാറിയതിനു ശേഷവും യാതൊരു വിധത്തിലുള്ള രേഖകളും നൽകാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അതിനുശേഷം കോടതിയുടെ ഇടപെടലൊക്കെ വന്നതിന് ശേഷമാണ് CBI ഇത്തരത്തിൽ കേസ് എടുത്തതും കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടലിലൂടെയാണ് CBI ഈ കേസ് ഏറ്റെടുക്കുന്നതും. പിന്നീട് അതിനുശേഷം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ എത്തുകയും കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് CBI സംഘം ഇപ്പോൾ ഈ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വയനാട്ടിലെത്തിയ CBI സംഘം ഇപ്പോൾ ആദ്യം SPയെ കണ്ടതിന് ശേഷമാണ് പിന്നീട് കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അല്പസമയത്തിനകം തന്നെ ആ സംഘം വെറ്റിനറി കോളേജിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കുക. ഗൂഢാലോചന, എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മഹത്യയാണോ, കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് CBI പരിശോധിക്കുക. അത്തരത്തിലാണ് കേരള സർക്കാർ CBIക്ക് കൈമാറിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യം കൂടെ പരിശോധിക്കും. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ SFIക്കാരടക്കം, അതായത് SFI നേതാക്കൾ അടക്കമുള്ളവർ കോളേജിൽ നിന്ന് പോകുമ്പോൾ തിരിച്ചു വിളിക്കുന്നു. അതിനുശേഷം 3 ദിവസം സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വെള്ളം പോലും കൊടുക്കാതെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മർദ്ദനമേറ്റതായി പറയുന്നു. മാത്രമല്ല അത് സിദ്ധാർത്ഥിൻ്റെ വയറ്റിനുള്ളിൽ ഒരു തള്ളി ജലം പോലുമില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പിന്നെ പുറത്തു വന്നിട്ടുള്ളത്. പിന്നീടാണ് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിലും പ്രാഥമിക അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ വന്നിട്ടുള്ളത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് സിദ്ധാർത്ഥിൻ്റെ പിതാവ് അടക്കം ഉള്ളവർ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ABP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് CBIക്ക് ഏതെങ്കിലും ഏജൻസിക്ക് ഈ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിനുശേഷമാണ് പിതാവ് അടക്കമുള്ളവർ ഈ ആവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ CBIക്ക് ഈ ഒരു അന്വേഷണം നൽകുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അത്തരത്തിൽ അതിരാ അർജുൻ, അധ്യാപകരുടെ അടക്കം മൊഴിയെടുക്കാനാണ് CBIയുടെ സാധ്യത എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഒപ്പം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സംഭവത്തിൽ ഉത്തരമില്ലാതെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു പോലീസ്. അപ്പോൾ ഈ CBIയുടെ വരവോടെ അതിനൊരു വലിയ ആശ്വാസം എന്നൊരു രീതിയിൽ തന്നെ കണക്കാക്കേണ്ടി വരണം. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു, നിരവധി കാര്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. തീർച്ചയായും അതായത് ഇത്രയും നാൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് CBIക്ക് ഇത്തരത്തിൽ കേസ് കൈമാറുന്നത്. എന്നാൽ കേസ് കൈമാറിയ ആ സമയത്തും കൃത്യമായ രേഖകൾ CBIക്ക് കൈമാറിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയും ഇവിടെ നിലനിൽക്കുകയാണ്. അതിനുശേഷമാണ് കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് CBIയോട് ഇത്തരത്തിൽ കേസ് ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെടുന്നതും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നു. അത്തരത്തിൽ CBI കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് CBI സംഘം ഇത്തരത്തിൽ കണ്ണൂർ എത്തുകയും പിന്നീട് വയനാട് എത്തുകയും ചെയ്യുന്നത്.
കഴിയുന്നത്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അധ്യാപകരുടെയോ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുമോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. അതായത് പ്രാഥമിക അന്വേഷണത്തിനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രാഥമിക വിവരശേഖരണം എന്നുള്ള നിലയ്ക്കാണ് ഡൽഹിയിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു സംഘമാണ് ഇവിടെ ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രാഥമിക അന്വേഷണത്തിനാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തിനാൽ തന്നെയും വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ആ ഒരു കേസായിരുന്നു ഈ സിദ്ധാർത്ഥിൻ്റേത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടന ഭരണപക്ഷത്തുള്ള ആളുകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ആളുകളടക്കം ഉൾപ്പെട്ട ഒരു കേസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളടക്കം ഉൾപ്പെട്ട കേസ്, വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിച്ച കേസ്. അതായത് 3 ദിവസം, അതായത് ഗൂഢാലോചന അടക്കം ചുമത്തിക്കൊണ്ട് ഉള്ള ഒരു കേസ് കൂടിയാണ് ഇത്തരത്തിലുള്ള സിദ്ധാർത്ഥിൻ്റെ ഈ കൊലപാതകമാണോ അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യയാണോ എന്നുള്ളത് ഇതുവരെയും തീരുമാനമായിട്ടില്ല. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് CBIക്ക് ഈ കേസ് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷകളൊക്കെ പിതാവ്, അതായത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചും, അല്ലെങ്കിൽ നാട്ടുകാരുടെയോ മറ്റാൾക്കാരുടെയൊക്കെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് CBI സംഘം വയനാട്ടിലെത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ. തീർച്ചയായും രാവിലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജനൻ ടിവിയോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അതായത് CBIയുടെ അന്വേഷണം വന്നപ്പോൾ തന്നെ തനിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് പിതാവ് ജനം ടിവിയോട് പ്രതികരിച്ച്. എന്തിനാ തന്നെ ഇന്ന് CBI സംഘം വയനാട് എത്തിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇനി നടക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഇരുട്ടിൽ തപ്പിയിരുന്ന ഒരു കേസാണ് ഇത്, സിദ്ധാർത്ഥിൻ്റെ ഈ കേസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വീഴ്ച എത്രമാത്രം ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പിതാവ്, അതായത് സിദ്ധാർത്ഥിൻ്റെ പിതാവ് നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനമടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ ഇത്തരത്തിൽ തന്നെ ചതിച്ചു എന്ന തരത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഇത്തരത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ABP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തിറങ്ങുകയും ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ തന്നെ മുഖ്യമന്ത്രി ഒരു മൗനമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മൗനം മാത്രമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും മാത്രമല്ല സിദ്ധാർത്ഥിൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ CBI സംഘം അന്വേഷിക്കുക ഇപ്രകാരമാണ്. ഗൂഢാലോചന, എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക. മാത്രമല്ല വിവിധ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അധ്യാപകർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ളവരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ആ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഒരു പ്രാഥമിക പരിശോധന മാത്രമായിരിക്കും ഇപ്പോൾ നടക്കുക. പിന്നീടായിരിക്കും തിരുവനന്തപുരത്തു നിന്നും വരുന്ന സംഘം പിന്നീട് ഈ ഒരു അന്വേഷണം നടത്തുകയും ചോദ്യം ചെയ്യലടക്കം നടത്തുകയും ചെയ്യുക. അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വയനാട്ടിലെ സംഘം എത്തി എന്ന് പറയുമ്പോൾ രാവിലെ അദ്ദേഹത്തിൻ്റെ പിതാവ്, ഈ മരിച്ച സിദ്ധാർത്ഥിൻ്റെ പിതാവ് നമ്മളോട് ജനം ടിവിയോട് പ്രതികരിച്ച സമയത്തും നമ്മൾ പറഞ്ഞത് ഈ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ. അപ്പോൾ ഈ ഒരു സംഘം വയനാട്ടിലെത്തി എന്ന് പറയുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും ഒക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ്. അപ്പോൾ ഒട്ടേറെ ദുരൂഹതകൾ ഒഴിയാൻ പോകുന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് CBI സംഘം എത്തുമ്പോൾ. തീർച്ചയായും അത് തന്നെയാണ് രാവിലെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് CBI വരുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് രാവിലെ തന്നെ നമ്മളോട് ജനം ടിവിയോട് പറഞ്ഞിരുന്നത്. അതായത് നേരത്തെ തന്നെ സർക്കാർ അന്വേഷിച്ച കേസ്, എങ്ങും എത്താതിരുന്ന ഒരു കേസ് CBI ഏറ്റെടുക്കുന്നു. നിരവധി തവണ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ CBIക്ക് ഈ കേസ് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് നിരവധി തവണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിരവധി തവണ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതിൽ പിന്നെയാണ്. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പിതാവുള്ളത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗൂഢാലോചന തന്നെ ഇതിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് കോളേജ് കഴിഞ്ഞ് പോകുന്ന സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ച് കോളേജിൽ എത്തിക്കുകയും പിന്നീട് 3 ദിവസത്തോളം ഒരു മുറിയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല വെള്ളം പോലും നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ
തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കൂടുതൽ തെളിവ് പുറത്തുവിടുന്നത്. അതും ജനൻ ടിവിയാണ് ആദ്യമായി പുറത്തുവിടുന്നത്. അതായത് ഇത്തരത്തിലുള്ള സിദ്ധാർത്ഥിന്റെ ദുരൂഹതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടതും ജനൻ ടിവിയാണ്. അതായത് ഇത്തരത്തിൽ ഒരു ദുരൂഹതയുണ്ട്, ഇതിൽ പലർക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളടക്കം ജനൻ ടിവി പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ SFIക്കാരടക്കമുള്ള നേതാക്കളടക്കം അതിൽ ഉൾപ്പെടുകയുമുണ്ടായി. മാത്രമല്ല SFIയിലെ നേതാക്കന്മാരെ CPMിലുള്ള ആളുകൾ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ആ ഒരു സാഹചര്യം അടക്കം പിതാവടക്കം അല്ലെങ്കിൽ മറ്റുള്ളവരടക്കം തുറന്നു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തിനാ തന്നെയും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും CBI സംഘം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദ്യത്തിന് ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ശരി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ CBI സംഘം വയനാട്ടിലെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CBI കൽപ്പറ്റ DYSPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വയനാട്ടിലെത്തിയ സംഘം അധ്യാപകരുടെ അടക്കം മൊഴിയെടുക്കാനാണ് സാധ്യത. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.